നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി ബസ് മറിഞ്ഞു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊണ്ടോട്ടിയുടെ നഗരമധ്യത്തിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. ഞായറാഴ്ച ആയതിനാലും സമീപത്ത് മറ്റ് വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ബസ്. തങ്ങൾസ് റോഡ് ജംഗ്ഷനും സമീപം നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് ഇടതുവശത്തേക്ക് മറിഞ്ഞു. ബസ്സിലും യാത്രക്കാർ കുറവായിരുന്നു. അപകടത്തിന് പിന്നാലെ ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. JCB ഉപയോഗിച്ച് വാഹനം നിവർത്തി സ്ഥലത്ത് നിന്നും മാറ്റി. ഇവിടെ ബസ്സുകളുടെ അമിത വേഗത പതിവാണെന്നും പലപ്പോഴും വലിയ ഭാഗ്യത്തിനാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത് എന്നും നാട്ടുകാർ പരാതി പറഞ്ഞു. എന്തായാലും ഈ സംഭവത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇടപെടും. അതേസമയം ഈ ഇടയ്ക്കാണ് കായംകുളത്ത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ തീപിടുത്തമുണ്ടായത്. ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ ദുരന്തമാണ്. തീ പടരും മുൻപ് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. MSM കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ ഡബിൾ ഡക്കർ ബസ്സിനാണ് തീപിടിച്ചത്. മണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡ്രൈവർ ഇടപെട്ടത്. ബസ്സിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്താണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിക്കുകയായിരുന്നു. KSRTCയുടെ നീളമേറിയ വെസ്റ്റിബ്യൂൾ ബസ്സാണ് കത്തി നശിച്ചത്. ബസ്സിന് കാലപ്പഴക്കമുണ്ടെന്ന് സംശയമുണ്ടെന്നും KSRTCയിലെ പഴയ മുഴുവൻ ബസ്സുകളും മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റ് ജോലികൾ ചെയ്യുന്ന മെക്കാനിക്കൽ ജീവനക്കാരെ പഴയ സ്ഥലത്തേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. സൈലൻസറിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പുക കണ്ടതെന്ന് ആലപ്പുഴ DTO പ്രതികരിച്ചു. യാത്രക്കാർ ഉടൻ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഉടൻ ബസ് നിർത്തി യാത്രക്കാരെ മുഴുവൻ ഇറക്കി. ഇലക്ട്രിക് തകരാറാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ആദ്യം കരിഞ്ഞ മണം വന്നുവെന്നും തൊട്ടു പിന്നാലെ പുക ബസ്സിനകത്തേക്ക് വന്നതോടെ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുകയായിരുന്നുവെന്നും കണ്ടക്ടർ സേതു പറഞ്ഞു. ബസ്സിൽ 44 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ചെറിയ തോതിൽ ഡീസൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും ഡ്രൈവർ സജീന്ദ്രൻ പറഞ്ഞു. തീപിടുത്തത്തിന് ശേഷമാണോ മുമ്പാണോ ഉണ്ടായതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളത്ത് യാത്രക്കിടെ കത്തി നശിച്ച KSRTC ബസ് കെട്ടിവലിച്ച് മാവേലിക്കര ഡിപ്പോയിലേക്ക് മാറ്റി. 2 ബസ്സുകൾ ചേർത്ത് വെച്ച പോലെയാണ് വെസ്റ്റിബ്യൂൾ ബസിന്റെ ഘടന. 17 മീറ്റർ നീളമുള്ള ബസ്സിൽ 60 സീറ്റുകളാണുള്ളത്. ബസ്സിനുള്ളിൽ വശങ്ങളിലായി 2 സീറ്റുകൾ വീതമാണുള്ളത്. കൂടുതൽ പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്.